അനുമോൾ മൈക്ക് ഊരി വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. ബിഗ് ബോസ് അത് ലൈവിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. മസ്താനി പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അനുവിൻ്റെ അടുത്ത് പറഞ്ഞത്. അത് നൂറയുടെ അടുത്ത് പറഞ്ഞ സമയത്ത് അനു മൈക്ക് ഊരി വെച്ചിട്ടാണ് പറഞ്ഞത്. ആരും കേൾക്കത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നൂറയുടെ മൈക്കിലൂടെ അത് വ്യക്തമായിട്ട് തന്നെ കേൾക്കാം. അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. മസ്താനി അനുവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്: നീ പുറത്ത് ഭയങ്കര ഡ്രാമയാണ്, കരച്ചിൽ ഡ്രാമയാണ്, നിനക്ക് ആ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട് എന്ന് അനുവിൻ്റെ അടുത്ത് മസ്താനി തുറന്നു പറഞ്ഞു അത്രേ. അതായത് പുറത്ത് നടക്കുന്ന ഒരു കാര്യം അനുവിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അത് മൈക്ക് ഊരി വെച്ചിട്ടാണ് അനു നൂറയുടെ അടുത്ത് സംസാരിച്ചത്. അപ്പം നൂറ പറയുന്നുണ്ട്, എടി ഇത് മൈക്കിലൂടെ കേൾക്കും, എൻ്റെ മൈക്കിൽ കൂടെ എങ്കിലും കേൾക്കും, നീ കുറച്ച് മാറിയിരിക്കുമെന്ന് പറയുമ്പോൾ അനു പുറകിലേക്ക് വലിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നൂറയുടെ മൈക്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള മൈക്ക് തന്നെയാണ്. അത്രയും അകലെ ഇരുന്നിട്ടും അനു പറയുന്ന കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാമായിരുന്നു. അപ്പോൾ ഈ മസ്താനിയെ പറ്റി പറയുന്ന സമയത്ത് മസ്താനീനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ്. എന്തായാലും ഇത് ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും. കാരണം ഇത്രയും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കയറ്റി വിട്ടിരിക്കുന്നത്. പക്ഷേ മസ്താനി കുറച്ച് കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിരുന്നു. മസ്താനി മാത്രമല്ല, വേറെ പലരും പറഞ്ഞിരുന്നു. അതിനെല്ലാം ലാലേട്ടൻ ഒരു ചോദ്യം ചെയ്യുമായിരിക്കും. നമുക്കത് കണ്ടു തന്നെ അറിയാം. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് അനുമോളെയാണോ മസ്താനിനെയാണോ കൂടുതൽ ഇഷ്ടം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.